അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്നവരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു കാര്യം തീർത്തു പറഞ്ഞിരിക്കുകയാണ്. മര്യാദയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ തന്നെ രാജ്യം വിട്ടുപോയിക്കോ, എങ്കിൽ നിങ്ങളുടെ ജീവനും ഭാവിയും രക്ഷിക്കാം. ആരും ഒരു കേസും എടുക്കില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ എത്ര നാളായി കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണത്. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷ മുഴുവൻ വിട്ടുതുളച്ച പഴയകാലം കഴിഞ്ഞുപോയി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇന്ത്യ ഫസ്റ്റ്, നമ്മുടെ രാജ്യമാണ് നമുക്ക് ആദ്യം. ഈ വാർത്ത ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് കമ്മിറ്റി? എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ ഇപ്പോൾ ജീവനും കൊണ്ട് ഓടുന്നത്? ഈ വീഡിയോ മുഴുവനായും കാണുക. ഓരോ ഇന്ത്യക്കാരനും ഇത് അറിഞ്ഞിരിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അതിർത്തി കടന്ന് അനധികൃതമായി ഇങ്ങോട്ട് വരുന്നു. അവർ നമ്മുടെ ആൾക്കാരുടെ ജോലി എടുക്കുന്നു, നമ്മൾ ഭാരതീയരുടെ ജോലി എടുക്കുന്നു, നമ്മുടെ സ്ഥലങ്ങൾ സ്വന്തമാക്കുന്നു, പതുക്കെ പതുക്കെ നമ്മുടെ നാടിന്റെ സംസ്കാരം തന്നെ ഇല്ലാതാക്കുന്നു. ഇതിനെയാണ് ഡെമോഗ്രാഫിക് ചേഞ്ച് അഥവാ ജനസംഖ്യ അട്ടിമറി എന്ന് വിളിക്കുന്നത്. ഇത് തടയാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു വമ്പൻ തീരുമാനമെടുത്തു. ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ഡെമോഗ്രാഫിക് ചേഞ്ച്. അതായത് ഒളിച്ചിരിക്കുന്ന ഓരോ നുഴഞ്ഞുകയറ്റക്കാരനെയും കൃത്യമായി കണ്ടുപിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ലളിതമായ ഭാഷയിൽ പറയാം. പശ്ചിമ ബംഗാളിലേക്ക് നോക്കൂ. പഴയ മമതാ സർക്കാരിന്റെ കാലത്ത് വോട്ടിന് വേണ്ടി ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് ചുവന്ന പരവതാനി വിരിക്കുകയായിരുന്നു അവർ. എന്നാൽ അവിടെ ഇപ്പോൾ ഭരണം മാറി. ബിജെപിയുടെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അധികാരമേറ്റ് വെറും 7 ദിവസത്തിനുള്ളിൽ എന്താണ് ചെയ്തത്? അതിർത്തിയിൽ വേലി കെട്ടാൻ 600 ഹെക്ടർ ഭൂമിയാണ് ഒറ്റയടിക്ക് BSFന് കൈമാറിയത്. അത് മാത്രമല്ല, രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ചിക്കൻ സ്നെക്ക് കോറിഡോറിന് അതിന് വേണ്ട 121 ഹെക്ടർ ഭൂമിയും അതിവേഗം കേന്ദ്രത്തിന് വിട്ടുകൊടുത്തു. ഇത് കണ്ടതോടെ എന്ത് സംഭവിച്ചു? നുഴഞ്ഞുകയറ്റക്കാർക്ക് കാര്യം മനസ്സിലായി. ഇവിടെ നിന്നാൽ പണി കിട്ടും. അവർ തനിയെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കൂടും കുടുക്കിയെടുത്ത് ഓടാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അവർക്കായി തടങ്കൽ പാളയങ്ങളും റെഡിയാണ്. പണ്ട് ബംഗ്ലാദേശിലെ GDP ഇന്ത്യയെക്കാൾ ഉയർന്നതാണെന്നും അതുകൊണ്ട് ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലോട്ട് നുഴഞ്ഞു കയറേണ്ട ആവശ്യമില്ല എന്നൊക്കെ തട്ടിവിട്ട ഒരു വനിതാ മലയാള മാപ്രയെ ഈ നിമിഷം സ്മരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ വായ്ക്കുള്ളിൽ നാവുണ്ടോ എന്നറിയാൻ ടോർച്ചടിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. കാരണം ഈ ബംഗ്ലാദേശികളുടെ പലായന വീഡിയോകളൊക്കെ പുറത്തു വന്നതോടെ ഇനി അവരും മനുഷ്യരല്ലേ, ഇതെല്ലാം എന്തൊരു ക്രൂരതയാണ് എന്ന് വിലപിക്കുന്നവരോട് ഒരു ചോദ്യം. ഇന്ന് രാത്രി നിങ്ങളുടെ സ്വന്തം വീടിന്റെ വാതിൽ തുറന്നിട്ട് കിടന്നുറങ്ങാൻ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിന് രാജ്യത്തിന്റെ അതിർത്തി മാത്രം തുറന്നിടണം? ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു സാമാന്യ ബുദ്ധിയാണ്. ലോകത്തുള്ള ഏതൊരു രാജ്യത്തിന്റെയും ആദ്യത്തെ കടമ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അതാണ് ഇപ്പോൾ അമിത്ഷാ ചെയ്യുന്നത്. പക്ഷേ ഇത്രയൊക്കെ കർശനമായിട്ടും സർക്കാർ വലിയൊരു കാരുണ്യം അവരോട് കാണിക്കുന്നുണ്ട്. അമിത്ഷാ പറഞ്ഞത് ഇതാണ്: സർക്കാർ നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ് യാതൊരു പ്രശ്നവുമില്ലാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ പോകുന്നവർക്കെതിരെ, പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഒരു പോലീസ് കേസും എടുക്കില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ഓഫറാണ്. മര്യാദയ്ക്ക് പോയാൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അതിർത്തികളിൽ വേലികൾ ഉയരുകയാണ്, നിയമം കർശനമാകുകയാണ്. തീവ്രവാദവും കുറ്റകൃത്യങ്ങളും തടയാൻ ഇതല്ലാതെ മറ്റൊരു വഴി നമുക്കില്ല. ദശാബ്ദങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനീതിക്കാണ് ഇപ്പോൾ അവസാനമാകുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് രാജ്യത്തെ ഒറ്റിക്കൊടുത്ത പഴയ രാഷ്ട്രീയക്കാരുടെ മുഖത്തേറ്റ വലിയൊരു അടി കൂടിയാണത്. നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണാധികാരികളെയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ഇന്ത്യ ഫസ്റ്റ് എന്ന് നെഞ്ചുവിരിച്ച് പറയുന്ന ഒരു സർക്കാർ. ന്യൂസ് ഡെസ്ക്.